കാണിക്കുന്നത് കണ്ണ് കാണാൻ പറ്റിയ നമ്മുടെ ജീനറോ ആണെങ്കിൽ വളരെയധികം ഈസി ആയിട്ട് തന്നെ മാക്മനെ തോൽപ്പിക്കുകയാണ്. കണ്ണ് കാണാൻ പറ്റിയായിരുന്നെങ്കിൽ ഞാൻ നിന്നെ നേരത്തെ തന്നെ തോൽപ്പിച്ചേനെ. നമ്മുടെ മാക്മനെ നമ്മുടെ ജീനറോ തോൽപ്പിച്ചത് കൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം സന്തോഷത്തിൽ കിടന്ന് ഉന്മേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് അത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ ഞാൻ നമ്മുടെ മാക്മ പറയുകയാണ്, ജീനറോ നീ മന്ത്രം യൂസ് ചെയ്തിട്ടാണ് നീ ഫൈറ്റിൽ വിജയിച്ചിരിക്കുന്നത്. തന്നെ റെഫറിയാണ് പറയേണ്ടത് ജയിച്ചത് ആരാണ് തോറ്റത് ആരാണെന്ന്. സ്വീക്കോ പറയുകയാണ് മാക്മ എന്തൊക്കെയോ പറയുന്നതൊക്കെയാണെങ്കിലും ജീനറോ ജയിച്ചല്ലോ. നമ്മുടെ ജീനറോ പറയുകയാണ് യൂസ് ചെയ്ത മാസ്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇവനെ തോൽപ്പിച്ചിരിക്കുന്നത്. അത് റൂൾസിനെതിരെയാണോ? അത് കുഴപ്പമില്ല, മാസ്കിനെ നീ ഒരു ആയുധമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അത് റൂൾസിനെതിരെയല്ലെന്ന് പറയുന്ന സമയത്തായിരുന്നു വന്നിട്ട് നമ്മുടെ ജീനറോനെ ഒറ്റാട്ടിയടി. റൂൾസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നീ ഉറപ്പായിട്ട് അതിന്റെ പുറകെ പോകുമെന്ന് എനിക്ക് അറിയായിരുന്നു. അങ്ങനെ നമ്മുടെ മാക്മനെ തോൽപ്പിക്കുകയാണ് അവർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കീനറോ കരഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് പോവുകയാണ്. ആണെങ്കിലും നീ ഒരു നല്ല കാര്യം തന്നെയാണ് ചെയ്തിട്ടുള്ളത്, മേനെ നല്ല രീതിയിൽ തന്നെ തളർത്തിയിട്ടുണ്ട്. നമ്മുടെ ക്രോമിന്റെയും മാന്റിലിന്റെയും ഫൈറ്റ് ആണ്. ഇതിനാണെങ്കിൽ ക്രോമിനെ സഹായിക്കാൻ വേണ്ടി ഹെർബ് എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വീക്ക പോകുന്ന സമയത്ത് കാണാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സ്വീക്ക അവിടെ അടിച്ചു കെട്ടി വീരുകയാണ്. സ്വീക്കനെ കെട്ടിയെടുത്ത സ്ഥലത്ത് നമ്മുടെ കൊഹാക്കു വരികയാണ്. സ്വീക്കനെ കാണാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കൊഹാക്കു തിരിച്ച് വില്ലേജിലേക്ക് വരികയാണ്. അവർ രണ്ടുപേരുടെ ഫൈറ്റ് കാണുന്ന സമയത്ത് ഒരു കാർട്ടൂൺ പോലെയാണെന്ന് നമ്മുടെ മാക്മ പറയുന്നു. സമയത്ത് തന്നെ കൊഹാക്കു വരുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മാക്മയാണെങ്കിൽ ഒറ്റ കൊടുത്തേക്കാൻ അവന്റെ കൂട്ടാളിയോട് പറയുകയാണ്. അവൻ തോറ്റും കൊടുക്കുകയാണ്. അച്ഛൻ പറയുന്നത് നമ്മുടെ കൊഹാക്കു കൊഹാക്കു വരാത്തത് കൊണ്ട് തന്നെ സേക്കുവിനെ വിന്നറായിട്ട് എടുക്കുകയാണ്. മാക്മനെ തോപ്പിക്കേണ്ടത്, എന്നാൽ ഇനി അത് നടക്കത്തില്ല. നീ ജസ്റ്റ് മിസ്സായിരുന്നു എന്ന് ക്രോം പറയുന്നു. സ്വീക്ക നിനക്കൊന്നും പറ്റിയില്ലല്ലോ, അത്രയും മതി എന്ന് നമ്മുടെ കൊഹാക്കു പറയുന്നു. എന്ന് നമ്മുടെ സ്വീക്ക പറയുന്ന സമയത്ത് നിനക്കൊന്നും പറ്റിയില്ലല്ലോ, എനിക്ക് അത്രയും മതി എന്ന് നമ്മുടെ കൊഹാക്കുവും പറയുന്നു. എല്ലാവർക്കും മനസ്സിലാക്കിയാണ് അടുത്ത വില്ലേജ് ചീഫ് ഉറപ്പായിട്ട് മാക്മ ആകുമെന്ന്. മനസ്സിലാക്കി നമ്മുടെ മാക്മയാണെങ്കിൽ വളരെയധികം കൂളായിട്ട് പറയുകയാണ്, ഐ ആം വെരി ഹാൻഡ്സം. എന്ന സമയത്ത് ബാക്കിയുള്ളവരെല്ലാം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഫ്യൂച്ചർ നിന്റെ കയ്യിലാണുള്ളത് ബോഡി ഗാർഡ് കീനറോ. നമ്മൾ ആരും ഇതുവരെ എന്നെ നോട്ടീസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇനി ഒക്കെ സംഭവിച്ചാലും ഞാൻ എന്റെ വായിൽ വെച്ചിരിക്കുന്നത് സേക്കുവിന്റെ എനർജി തരുന്ന ലീവ്സ് ആണ്. ഈ സമയത്ത് തന്നെ എന്തുവാണ് വായി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സയൻസിന്റെ ശരിക്കുള്ള പവർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് നമ്മുടെ കീനറോ പറയുന്നു. വർക്ക് ചെയ്തില്ലെന്ന് നമ്മുടെ ക്രോം പറയുന്ന സമയത്ത് തന്നെ കീനറോയ്ക്ക് ഒരുപാടധികം മസിൽസ് ഒക്കെ വരുന്നത് പോലെ തന്നെ അവൻ ഇമാജിൻ ചെയ്യുകയാണ്. എന്റെ ഒരു പ്ലാൻ ആയിരുന്നു എന്റെ എനർജി ഹെർബും അങ്ങനെ സമയത്ത് തന്നെ വളരെയധികം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ജീനറോ ഫൈറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് വളരെയധികം ഞെട്ടി നിൽക്കുകയാണ്, ഇത്രയും നന്നായിട്ട് ജീനറോയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട്. ജീനറോന്റെ ഫൈറ്റിംഗ് സ്കിൽസ് ഒക്കെ കണ്ടിട്ട് തന്റെ ഒപ്പോണന്റിനെ തന്നെ വളരെയധികം പേടി വരുന്നു. നമ്മുടെ ജീനറോ ജയിച്ചടാ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന സമയത്താരോ കാണിച്ചുകൊണ്ടിരുന്നത് അവൻ ഇമാജിൻ ചെയ്ത സാധനമാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ കയ്യിൽ നിന്ന് ഒരുപാടധികം അടി മേടിച്ച് നിൽക്കുന്ന നമ്മുടെ കീനറോയാണ്. നമ്മുടെ കീനറോ വീണ്ടും ഇമാജിൻ ചെയ്യുകയാണ് നിൽക്കുന്ന തന്റെ ഒപ്പോണന്റിനെ ജസ്റ്റ് മിസ്സിനെ അവൻ വെള്ളത്തിലടിച്ച് തറയിലിടും. ഇനി നമ്മുടെ ജീനറോ ജയിച്ചെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന സമയത്തായിരുന്നു അതും അവൻ ഇമാജിൻ ചെയ്തതാണ് എന്ന് പറഞ്ഞത്. തന്റെ ഒപ്പോണന്റ് അടുത്ത് നിന്ന് പേടിച്ച് ഓടി പോവുകയാണ് നമ്മുടെ കീനറോ. അധികം അടിയൊക്കെ മേടിച്ച് വലിയ അവശനായിട്ട് കിടക്കുകയാണ് നമ്മുടെ കീനറോ. എനിക്കറിയാം നിനക്ക് ഒരുപാടധികം റൂറിനെ ഇഷ്ടമാണെന്ന്, അതുകൊണ്ട് തന്നെ നീ ഈ ഫൈറ്റിൽ വിജയിച്ചാൽ നിനക്ക് ഉറപ്പായിട്ടും റൂറിനെ ലഭിക്കും. മറിച്ച് നീ ഈ ഫൈറ്റിൽ തോറ്റാൽ റൂറിനെ കഷ്ടപ്പെടുത്തും. ഓഫ് സയൻസ് ഒരിക്കലും തോൽക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്രോം ആണെങ്കിൽ മാക്മയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സംഭവിച്ചാലും റൂറി ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ഫുൾ കോൺഫിഡൻസിൽ നമ്മുടെ മാക്മേനെ അടിക്കാൻ വേണ്ടി നമ്മുടെ ക്രോം പാറുകയാണ്. സമയത്ത് തന്നെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്രോം ആണെങ്കിൽ ഓടി മാക്മയുടെ അടുത്തേക്ക് പോവുകയാണ്. ക്രോം മാക്മനെ അടിച്ചു എന്ന് പറഞ്ഞ കീനറോ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് തറയിൽ കിടക്കുന്ന നമ്മുടെ ക്രോമിനെയാണ് കാണുന്നത്. കുറച്ചു പോലും ദയില്ലാതെ നമ്മുടെ ക്രോമിനെ എടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാഗ്മ. കാണുന്ന സമയത്ത് ബാക്കിയുള്ളവർക്കൊക്കെ ഒരുപാടധികം വിഷമമാവുകയാണ്. സമയത്ത് തന്നെ ആ വില്ലേജിലേക്ക് നമ്മുടെ കെൻ വരികയാണ്. നീ ഗ്ലോറിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നും എനിക്കറിയാം എന്ന് നമ്മുടെ മാഗ്മ പറയുകയാണ്. അതിനെക്കുറിച്ചൊക്കെ അറിയാം, നിന്റെ പിണ്ണാക്കിൻ്റെ അകത്തിൽ കുറച്ച് ബുദ്ധിയുണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലായി. താഴെ വന്ന് കെൻചിടരം വരെ ഞാൻ നിന്നെ അടിച്ചുകൊണ്ടിരിക്കും എന്ന് നമ്മുടെ മാഗ്മ പറയുകയാണ്. എന്ന് പറഞ്ഞിട്ട് മാഗ്മയുടെ കണ്ണിലേക്ക് എടുത്ത് മണ്ണെറിഞ്ഞിട്ട് മാസ്ക് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി അതിന് മണ്ടയ്ക്ക് കയറി കിടക്കുകയാണ് നമ്മുടെ ക്രോം. സമയത്ത് തന്നെ ക്രോം ആണെങ്കിൽ മാസ്ക് എടുത്തിട്ട് മാക്ബയുടെ നേരെ ചൂണ്ടി യൂസ് ചെയ്ത് ഞാൻ ഉറപ്പായിട്ടും ഈ ഫൈറ്റിൽ വിജയിക്കുമെന്ന് പറയുന്നു. എന്റെ നേരെ വർക്ക് ചെയ്തില്ലെന്ന് നമ്മുടെ മാഗ്മ പറയുകയാണ്. എന്ത് ചെയ്യുകയാണെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും നമ്മുടെ സേക്കുവിന് മനസ്സിലാകുകയാണ്. മാഗ്നിഫൈ ഗ്ലാസ് യൂസ് ചെയ്തിട്ട് സൂര്യവെട്ടം ഉപയോഗിച്ചുകൊണ്ട് ഹീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. വർക്ക് ചെയ്തില്ലെന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. വയർ ക്രിയേറ്റ് ചെയ്തത് കോൺകേവ് മിറർ യൂസ് ചെയ്തിട്ടാണ്. ലൈറ്റിനെ കടർത്ത് വിടുകയാണ്. മിററിലുള്ളത് അത് കോൺവെക്സ് മിറർ ആണ്, അത് ലൈറ്റിനെ സ്പ്രെഡ് ചെയ്തേ ഉള്ളൂ. ഇവിടെ തന്നെ നമ്മുടെ ക്രോം ചെയ്യുന്ന കാര്യം വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മാഗ്മയാണെങ്കിൽ ക്രോമിനെ നോക്കിയിരുന്ന് ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ക്രോമിന് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതായിരുന്നു നമ്മുടെ സേക്കു പറയുന്നത് അത് വർക്ക് ചെയ്യത്തില്ല. തന്നെ നമ്മുടെ ക്രോം പറയുകയാണ്, ഹേ സേക്കു, ഞാനും നിന്നെ പോലെ തന്നെ ഒരു സയന്റിസ്റ്റ് തന്നെയാണ്, സയൻസ് യൂസ് ചെയ്ത് വിൻ ചെയ്തിരിക്കും. സേക്കു ഒന്നുകൂടെ ആലോചിച്ച് നോക്കുന്ന സമയത്തായിരുന്നു നേരത്തെ ക്രോം ആണെങ്കിൽ അത് പൊത്തിപ്പിടിച്ച് കിടക്കുന്ന സമയത്ത് യൂസ് ചെയ്തിട്ട് കോൺകേവ് മിറർ കോൺവെക്സ് മിറർ ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്തിട്ട് ഫയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ കെന്നാണെങ്കിൽ സേക്കുവിനോട് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സേക്കു ചിലപ്പോൾ പറ്റുമെന്ന് പറയുന്നു. നീ എപ്പോ ഇവിടെ വന്നു എന്ന് നമ്മുടെ സേക്കു ചോദിക്കുന്നു. സേക്കു, നീ ഇപ്പൊ എന്നെ കുറിച്ച് ആലോചിക്കാതെ നീ ക്രോമിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഇപ്പൊ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകാൻ എന്തോരം സമയം എടുക്കും.
of 5 centimeters and 362 watts at 6821. Rounded down to 2.68 kilojoules, a density of 900 kilograms per cubic meter. ഇത് പറഞ്ഞാൽ 60 സെക്കൻഡ് എടുക്കും. സെക്കൻഡ് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കെൻ അവിടെ നിന്ന് പോവുകയാണ്. തന്നെ നമ്മുടെ മാഗ്മ ആണെങ്കിൽ ക്രോമിനെ അടിക്കാൻ പോകുന്ന സമയത്തായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കെൻ പറയുന്നത്. മാഗ്മ നോക്കുന്ന സമയത്ത് ഇവനെ ഞാൻ കൊന്നതല്ലേ, ഇവൻ എങ്ങനെയാ തിരിച്ചു വന്നതെന്ന് പറഞ്ഞ് നോക്കുന്ന സമയം പറയുകയാണ് ഞാൻ മന്ത്രം യൂസ് ചെയ്തിട്ടാണ് തിരിച്ചു വന്നതെന്ന്. അവൻ അവിടെ ഫ്ലയർ മാജിക് ടെക്നിക് യൂസ് ചെയ്യുകയാണ്. അവിടെ നിന്ന് അനങ്ങിയാൽ നിന്റെ ഹാർട്ട് പൊട്ടിത്തെറിക്കും എന്ന് നമ്മുടെ കെൻ പറയുന്നു. അല്ലേ വേറൊരാളെ സഹായിക്കുന്നതെന്ന് നമ്മുടെ മാഗ്മ ചോദിക്കുന്ന സമയത്ത് ചെറുതായിട്ടെങ്കിലും ഇറങ്ങിയാൽ നീ ഉറപ്പായിട്ടും മരിക്കും എന്ന സമയത്ത് തന്നെ നമ്മുടെ മാഗ്മയാണെങ്കിൽ ഒന്നും കൂടെ പേടിക്കുകയാണ്. സോ നമ്മുടെ മാഗ്മയ്ക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത പോലെ നിൽക്കുകയാണ്. സമയത്ത് തന്നെ നമ്മുടെ ക്രോമിനോട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് നമ്മുടെ ക്രോം പറയുകയാണ് ഞാനും വേണു ആക്ടിംഗ് ആണ് എന്ന് നമ്മുടെ കൊഹാക്കോ സേക്കും പറയുന്നു. സോറി, ഈ സ്പെൽ 1 മിനിറ്റ് ഉണ്ടായി മാജിക് സ്പെല്ല് യൂസ് ചെയ്താണ് അത് ക്രിയേറ്റ് ചെയ്തത്, അതെനിക്ക് മാറ്റാൻ പറ്റത്തില്ല. സമയത്ത് തന്നെ നമ്മുടെ ക്രോമിനെ നോക്കി മാഗ്മ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ വളരെയധികം ബുദ്ധിമാനായിട്ടുള്ള ഒരു മെന്റലിസ്റ്റ് ആണ്. ക്രോം വളരെയധികം വീക്കാണ്. അതുപോലെ തന്നെ ഇപ്പൊ മാഗ്മയെ ഒരുപാടധികം ഫൈറ്റ് ചെയ്തിട്ട് വീക്കായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫൈറ്റ് വളരെയധികം ഫണ്ണായിരിക്കും നമ്മുടെ ഗെന്നർ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഫയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രോം ആണെങ്കിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് നമ്മുടെ ക്രോം അത് ചെയ്യുന്നത്. സമയത്ത് തന്നെ ആ വാട്ടർ ഷെയ്ക്ക് ആകാത്തത് കൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ സൂര്യവെട്ടം അതിൽ റിഫ്ലക്ട് ചെയ്യുന്നു. കറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മാഗ്മയുടെ ദേഹത്ത് ആ ഫയർ പിടിക്കുകയാണ്. അതിനും കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്രോം ആണെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന മാഗ്മയുടെ വീക്ക് സ്പോട്ടിൽ തന്നെ ഇട്ട് ഒറ്റ ഒരെണ്ണം കൊടുക്കുന്നു. സമയത്ത് തന്നെ അവൻ ആ മലയുടെ മണ്ടയ്ക്ക് നിന്ന് ലേക്കിലേക്ക് വീഴുകയാണ്. അനൗൺസ് ചെയ്യുകയാണ് ക്രോം വിജയിച്ചെന്ന്. സോ ഇതേ സമയത്ത് തന്നെ അവരെല്ലാവരും വളരെയധികം സന്തോഷത്തിൽ കിടന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ സേക്കുന് മനസ്സിലാക്കുകയാണ് കിങ്ഡം ഓഫ് സയൻസ് വിജയിച്ചെന്ന്. ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 1ന്റെ 14ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഫസ്റ്റ് പറയുന്ന ഇൻട്രോ അങ്ങ് ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം എത്രയും വേഗം തന്നെ ഡോക്ടർ സ്റ്റോണിന്റെ എപ്പിസോഡ്സ് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം ഞാൻ ഒരു ദിവസം 2 വീഡിയോസ് ഒക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് നിങ്ങൾ തരിക. ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ കോനിച്ചുവാ. ഞാൻ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പണി എനിക്ക് കിട്ടും. ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് നോർമൽ മൈക്കിലായിരുന്നു. സോ എൻ്റെ മൈക്ക് ഡിസ്കണക്റ്റഡ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ കുറച്ച് സൗണ്ട് ഇഷ്യൂസ് ഒക്കെ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് വന്നിട്ടുണ്ടായിരിക്കും. ഞാൻ മാക്സിമം എങ്ങനെയെങ്കിലുമൊക്കെ അത് ഒഴിവാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് വീഡിയോസ് ഡിലേ ആകുന്നതെന്ന്. സംഭവം എന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും കഷ്ടപ്പെട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം അതിൽ വരും, എന്തെങ്കിലും ഒരു അബദ്ധം ഞാൻ കാണിക്കും. സോ ഈ എന്തുവാണെങ്കിലും ഞാൻ ഇതിൻ്റെ തൊട്ട് പ്ലാൻ ചെയ്തേക്കുന്നത് വീഡിയോസിൻ്റെ എണ്ണം കുറവാണെങ്കിലും ഞാൻ ക്വാളിറ്റി ആയിട്ട് വീഡിയോസ് ഇടാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണെങ്കിലും ഈ ഡോക്ടർ സ്റ്റോൺ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പം ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ സംസാരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ സേക്കുമെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. എനിക്കൊന്ന് അറിയാനാണ് എൻ്റെ വീഡിയോസ് ആരാണ് അവസാനം വരെ കാണുന്നതെന്ന്. കോനിച്ചുവാ.